ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 18 ജൂൺ 2021 ട്രേഡിംഗ് സെഷനിൽ SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് 4.2% കറക്ഷൻ കാണാൻ സാധിച്ചു. സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേയിൽ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ 6.2% കറക്ഷനാണ് കാണാൻ സാധിച്ചത്. ഈ കറക്ഷൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം SBI കാർഡിലെ പ്രൊമോട്ടർ കാറ്റഗറിയിൽപ്പെട്ട കാർലൈൽ ഗ്രൂപ്പ് ഇന്ന് ഈ കമ്പനിയിൽ അവരുടെ 5.1% സ്റ്റേക്ക് ഹോൾഡിംഗ് സെൽ ചെയ്തതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ കാണാൻ സാധിച്ചത്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ കാർലൈൽ ഗ്രൂപ്പ് 5000 കോടിക്ക് തത്തുല്യമായ ഷെയറുകളാണ് ഇന്ന് ബൾക്ക് ഡീൽ വഴി സെൽ ചെയ്തത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഒരു ഡിക്ലൈൻ കാണാൻ സാധിച്ചത്. അതായത് ഇൻട്രാഡേയിൽ പരിശോധിക്കുകയാണെങ്കിൽ 6.27% ഡിക്ലൈൻ ആവുകയും സ്റ്റോക്ക് 985 രൂപ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ക്ലോസിംഗ് ബേസോടുകൂടി സ്റ്റോക്കിൽ അല്പം റിക്കവറിയും നമ്മൾക്ക് കാണാൻ സാധിച്ചു. 2020 മാർച്ച് മാസത്തിലാണ് SBI കാർഡ് എന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നത്. ഏകദേശം 750 രൂപ എന്ന പ്രൈസിലായിരുന്നു കമ്പനിയുടെ IPO വന്നത്. അതിനുശേഷം ഈ കമ്പനിയുടെ എൻ്റയർ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത്ര വലിയ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഈ കമ്പനിയെ തോന്നുന്നില്ല. പകരം സസ്റ്റെയിൻഡ്, അതായത് സ്ലോ, സ്റ്റഡി ആൻഡ് സസ്റ്റെയിൻഡ് രീതിയിലുള്ള ഒരു അപ് ട്രെൻഡ് തന്നെയാണ് സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ HDFC ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർ കമ്പനിയാണ് SBI കാർഡ്. റീസെൻ്റ്ലി സിറ്റി ഗ്രൂപ്പ് ഇന്ത്യയിലെ ബിസിനസ് അവസാനിപ്പിച്ചതുകൊണ്ടും അതിൻ്റെ ഇമ്പാക്റ്റും അതായത് അതിൽ നിന്ന് ഒരു മേജർ കസ്റ്റമറും SBI കാർഡ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പലപ്പോഴും RBI HDFC കാർഡിന് മുകളിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഗുണവും അല്ലെങ്കിൽ അതിൻ്റെ നേട്ടവും SBI കാർഡ് എന്ന കമ്പനിക്കാണ് ലഭിക്കാറുള്ളത്. ഇനി ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനെ കുറിച്ച് നോക്കാം. അതായത് ഏകദേശം 2020 ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുമ്പോൾ ഈ കമ്പനിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 74% സ്റ്റേക്ക് ഹോൾഡിങ്ങും കാർലൈൽ ഗ്രൂപ്പിന് ഏകദേശം 26% സ്റ്റേക്ക് ഹോൾഡിങ്ങുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു മുൻപേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2017 മാർച്ച് മാസത്തിലാണ് GE ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും 26% സ്റ്റേക്ക് ഹോൾഡിംഗ് കാർലൈൽ ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത്. അതിനുശേഷം 2020 മാർച്ച് മാസത്തിൽ കമ്പനിയുടെ IPO വരുമ്പോൾ അവിടെ കാർലൈൽ ഗ്രൂപ്പ് നല്ല രീതിയിൽ ഇതിലെ കുറച്ച് ഷെയറുകളെ ഓഫ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ബൾക്ക് ഡീൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലും കാർലൈൽ ഗ്രൂപ്പ് ഈ കമ്പനിയിൽ നിന്നും 5% സ്റ്റേക്കുകൾ റെഡ്യൂസ് ചെയ്തിരുന്നു. അതായത് 2021 മാർച്ച് മാസത്തെ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ കാർലൈൽ ഗ്രൂപ്പിന് ഈ കമ്പനിയിൽ 11.6% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉള്ളത്. ഈ 11.6% നിന്നാണ് ഇപ്പോൾ കമ്പനി 5.1% സ്റ്റേക്ക് ഹോൾഡിംഗ് അല്ലെങ്കിൽ 5.1% സ്റ്റേക്ക് ഹോൾഡ് കൂടി സെൽ ചെയ്തത്. ഇതുവഴി കാർലൈൽ ഗ്രൂപ്പ് കണ്ടിന്യൂസ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഡിക്ലൈൻ ചെയ്തുകൊണ്ട് വരികയാണ്. 2020 മാർച്ച് മാസത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പാൻഡമിക് കറക്ഷൻ ടൈമിലായിരുന്നു SBI കാർഡ് എന്ന കമ്പനി ലിസ്റ്റഡ് ആകുന്നത്. ഏകദേശം 750 രൂപ എന്ന ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും കമ്പനി 500 രൂപ എന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ബേസ് സപ്പോർട്ടിലേക്ക് പോവുകയും അവിടെ നിന്നും 2021 ജനുവരി മാസം വരെയുള്ള കമ്പനിയുടെ ഫസ്റ്റ് ഫേസ് റാലി നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. അതായത് 500 രൂപ റേഞ്ചിൽ നിന്നും 2021 ജനുവരി മാസത്തോടുകൂടി ഈ സ്റ്റോക്ക് 850 രൂപ എന്ന പ്രൈസ് റേഞ്ചിലേക്ക് എത്തി. അതിനുശേഷം ഈ സ്റ്റോക്കിൽ റാലിയുടെ സെക്കൻഡ് ഫേസ് ആരംഭിച്ചു. അതായത് 880 രൂപ എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് ഏകദേശം 1140 രൂപ എന്ന റേഞ്ചിലേക്കുള്ള ഒരു റാലി നമ്മൾക്ക് 2021 ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള സമയത്ത് കാണാൻ സാധിച്ചു. മാർച്ച് മാസത്തിൽ ഈ സ്റ്റോക്കിൽ റാലിക്ക് ശേഷം നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ കാണാൻ സാധിച്ചു. ഈ കറക്ഷൻ്റെ റേഞ്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും ഏകദേശം 850 രൂപ എന്ന റേഞ്ചിൽ, അതായത് 880 രൂപ ഏകദേശം 900 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തുകയും സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു ബൗൺസ് ബാക്ക് കാണിക്കുകയും ചെയ്തു. രണ്ടാമത്തെ രീതിയിലും ഈ സ്റ്റോക്കിൻ്റെ ബൗൺസ് ബാക്ക് റേഞ്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും 1149 രൂപ എന്ന റേഞ്ചിലുള്ള 1139 രൂപ എന്ന റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതായത് സ്റ്റോക്കിൻ്റെ നിയർ ടൈം റെസിസ്റ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ 1140 രൂപയ്ക്കും 1150 രൂപയിലും ഇടയിലുള്ള റേഞ്ചാണ് സ്റ്റോക്കിൻ്റെ നിയർ ടൈം റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്യാപ് ഡൗണോടുകൂടി ട്രേഡിംഗ് ആരംഭിച്ച ഈ സ്റ്റോക്ക് അതിൻ്റെ 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെയും 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നീ രണ്ട് ക്രൂഷ്യൽ സപ്പോർട്ടുകളെ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്കിൻ്റെ 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ ഏകദേശം 990 അല്ലെങ്കിൽ 980 രൂപ എന്ന റേഞ്ചിലെത്തിയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ഈ ബൈയിങ് സ്റ്റോക്കിനെ ക്ലോസിംഗ് ബേസിൽ ഏകദേശം 1000 രൂപ എന്ന റേഞ്ചിലാണ് എത്തിച്ചത്. അതായത് SBI കാർഡ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ്
നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഫർദർ കറക്ഷൻ വരികയാണെങ്കിലും ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഡൗൺ സൈഡിലെ റേഞ്ച് നോക്കുകയാണെങ്കിലും മാക്സിമം 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ 900 രൂപ വരെയുള്ള കറക്ഷൻ മാത്രമേ, അല്ലെങ്കിൽ 100 രൂപ വരെയുള്ള ഒരു ഡൗൺ സൈഡ് മാത്രമേ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ അപ്സൈഡിൽ ഏകദേശം 1150 രൂപ മുതൽ 1200 രൂപ വരെയുള്ള ഒരു അപ്സൈഡ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ്. SBI കാർഡ് എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ പ്രൈസ് മൂവ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 1011 രൂപ എന്ന റേഞ്ചിൽ ട്രേഡിംഗ് ആരംഭിച്ച ഈ സ്റ്റോക്ക് ഇൻട്രാഡേ ഹൈ 1014 രൂപ എന്ന റേഞ്ചും ഇൻട്രാഡേ ലോ 981 രൂപ എന്ന റേഞ്ചുമാണ് ടച്ച് ചെയ്തത്. ക്ലോസിംഗ് ബേസ് നോക്കുകയാണെങ്കിൽ 1008 രൂപ എന്ന റേഞ്ചിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 1139ഉം സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 575ഉമാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 73% ഡെലിവറിയാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. Thank you.